ഹേ ഗായ്സ്, അപ്പോൾ അതാണ്ട് ഇന്നലെ നമ്മുടെ സയൻറ്റിസ്റ്റ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സയൻറ്റിസ്റ്റ് പുതിയൊരു സംഭവം ഇറക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ഈ വെള്ളപ്പൊക്കത്തിനെയും അതേപോലെ തന്നെ സുനാമീനെയും ഒക്കെ തടയാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇനി നേരെ നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ സാധനം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ എയർപോർട്ടിലാണ് നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ പുതിയൊരു ഓഫീസും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ സാറിൻ്റെ പേര് ടിറ്റു എന്നാണ്. അപ്പോൾ ടിറ്റു സാറിനാണ് ഞാൻ വിളിക്കാറ് ഗൈസ്. ഇന്ന് ഓഫീസ് ഓപ്പൺ അല്ലാന്ന് തോന്നുന്നു ഗൈസ്. സംഭവം ഓപ്പൺ ആണ്, പക്ഷെ ഇയാളത് എവിടെ ഇതെന്ത് പറ്റി സാറേ? എന്ത് പറ്റി സാറേ? അതേ മോനെ, ഒന്നും പറയാണ്ട് രാവിലെ കട തുറക്കാൻ നേരത്തെ ഒരുത്തം വന്ന് എൻ്റെ മുഖം പൊത്തി ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ അവൻ എൻ്റെ തലക്കടിച്ച് എൻ്റെ ബോധം പോയി. പിന്നെ നീക്കുമ്പോൾ താണ്ട് എൻ്റെ സ്പെഷ്യൽ മരുന്ന് എല്ലാം അവൻ അടിച്ചുകൊണ്ട് പോയി. നമ്മുടെ സുനാമിയും അതേപോലെ തന്നെ വെള്ളപ്പൊക്കമൊക്കെ തടയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു വിസയിലൊക്കെ അവൻ തട്ടിക്കൊണ്ട് പോയതിനിടയിൽ ഇത് പൊട്ടിയതാണെന്ന് തോന്നുന്നു. ആകെ ഇവിടെ പൊട്ടിത്തെറിച്ച്. ഇനി എന്ത് ചെയ്യും? ഇനി സുനാമി അന്ന് ആകെപ്പെടും. എൻ്റെ 3.5 കോടിയാണ് നഷ്ടപ്പെട്ടത്. ഗൈസ്, നമ്മളെ ടിറ്റു സാർ പറഞ്ഞത് അവനെ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി എന്നാണ്. അപ്പോൾ നമ്മൾ ടിറ്റു സാർ ആളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ ആൾ താടിക്കാരനാണ്, അതേപോലെ തന്നെ കണ്ണാട വെച്ച് നടക്കും. അതേപോലെ തന്നെ അയാളെ കയ്യിൽ എപ്പോഴും ഒരു വാച്ച് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനത്തെ ഒരാളെ തപ്പിപ്പോൾ ഇയാളെയാണ് കണ്ടത്. പക്ഷേ ഇയാൾ അങ്ങനത്തെ ഒരാളല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇനി നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ തപ്പിയിട്ട് ആളെ കണ്ടിട്ടില്ല. സാറേ, ഞാൻ ഇതുവരെയായിട്ടും ആളെ കണ്ടില്ല. ഇനി എന്ത് ചെയ്യും? നീ ഇനി ഒന്നും ചെയ്യണ്ട മോനെ, ഞാനെല്ലാം ചെയ്തു. ഞാൻ ഈ ട്രാക്കറിൽ വെച്ച് നോക്കുമ്പോൾ അവൻ്റെ വീട് കാണുന്നത് ഈ സിറ്റിയുടെ നടുഭാഗത്താണ്. അപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത്തെ നോക്കുമ്പോൾ പിന്നെ അവനെ കാണുന്നില്ല. അതുകൊണ്ട് ഞാനൊരു സുനാമി അങ്ങോട്ട് ഉണ്ടാക്കി. എന്ത് സുനാമിയാ? അതേ മോനെ, ഈ സിറ്റിയുടെ നടുഭാഗം കുറച്ച് താഴ്ന്ന പ്രദേശം ആയതുകൊണ്ട് സീനില്ല. അവൻ ഇന്ന് ഞാൻ കൊന്നിരിക്കും. ഗൈസ്, ആകെ സീനായി. നമ്മുടെ സാറ് കള്ളനെ കാണാത്ത ദേശത്തിൽ ഈ സിറ്റിയിൽ ഒരു സുനാമി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാറ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ സാറ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ സിറ്റിയിൽ നിന്ന് പോകുമെന്നാണ് ഗൈസ്. എനിക്ക് കേട്ട് തന്നെ പേടിയാകുന്നത്. ഞാൻ എന്തായാലും ഇനി നമ്മുടെ വൈകുന്നേരമായി. അപ്പോൾ ഇനി എന്തായാലും ബീച്ചിൽ ഒന്ന് കറങ്ങാൻ പോട്ടെ ഗൈസ്. ഇനി നമ്മുടെ സാറിന് എന്തായാലും തടയാൻ കഴിയില്ല. സാർ ഓൾമോസ്റ്റ്ലി നമ്മുടെ പ്ലാൻ വരച്ച് കഴിഞ്ഞ് ഇനി ആ ഒരു മിഷൻ ഓണാക്കിയാൽ ഈ സിറ്റി മൊത്തം വെള്ളത്തിലായി ഗൈസ്. അപ്പോൾ സാർ ഇത് എത്ര പെട്ടെന്ന് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പോയിട്ടാകെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടേക്ക് തിരിച്ചു വരുന്നത്. ഇതിൻ്റെ ഇടയിൽ സാറ് സുനാമിയൊക്കെ ഉണ്ടാക്കിയ ഗൈസ്. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഞാൻ ഈ സിറ്റിയിൽ നിന്ന് അപ്പുറത്തെ സിറ്റിയിലേക്ക് പോകാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കുകയാണ്. റോഡ് എന്തായാലും ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇനി റോഡ് വഴി പോകാൻ കഴിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഇനി എന്തായാലും ഈ വഴി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗൈസ്. നല്ല മഴക്കാറ് കേട്ടോ. ഇതെന്താ പതിവില്ലാത്ത ഗൈസ്? അതുകൊണ്ട് മിന്നലൊക്കെ അടിക്കുന്നുണ്ട്. മഴക്ക് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എടേ, ഇനി മിഷൻ എങ്ങാനും ഓണാക്കിയാ? അയ്യോ, താണ്ട ചുഴലിക്കാറ്റ് വരുന്നത്. താണ്ട നമ്മുടെ സാറാ മിഷൻ ഓണാക്കുന്നത് തോന്നുന്നു. അയ്യോ എൻ്റെ പൊന്നു സാറേ, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? അത് സോറി മോനെ, എനിക്ക് അവനോടുള്ള ദേഷ്യത്തിൽ ഞാൻ ഇത് ചെയ്തു പോയതാണ്. ഞാൻ അവനെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് ഇത് ചെയ്തത്. പക്ഷെ ഞാൻ പിന്നെ GPS ട്രാക്കിൽ നോക്കുമ്പോൾ നീ താണ്ട് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഓഫ് ചെയ്യാൻ കാരണം. ഇല്ലെങ്കിൽ നീ ഇപ്പോൾ അവിടെ വടിയായനെ. എന്തായാലും കൊള്ളാം, നിങ്ങൾ എന്നെ നോക്കാതെ ചെയ്തല്ല. ശരി, ആയിക്കോട്ടെ, ഞാൻ പോവാ ഇവിടുന്ന്. അതെ മോനെ, നീ ഞാൻ പറഞ്ഞെങ്കിലും ഒന്ന് കേൾക്കടാ. ഒരു കാര്യം പറയാണ്ടായിരുന്നു ഗൈസ്. ഞാൻ അവിടുന്ന് പോരുന്ന നേരത്ത് നമ്മുടെ ടിറ്റു സാറ് എൻ്റെ കാലൊക്കെ പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ വിട്ടു. അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ സാറ് നമുക്കൊരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കാണുന്ന 3 ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് നമുക്ക് ബോട്ടുണ്ട്, അതേപോലെ തന്നെ ജെറ്റ് പാക്കും ഉണ്ട്. ഇതിലേതെങ്കിലും എടുത്തൊന്ന് എനിക്ക് രക്ഷപ്പെടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഇതെടുക്കുന്നില്ല. കാരണം ഇതൊക്കെ പെട്രോളും ഡീസലൊക്കെ വരുന്നതായതുകൊണ്ട് ഞാൻ ഇതെടുക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പകരം ഞാനൊരു മുള കൊണ്ട് ഞാനൊരു ബോട്ട് ഉണ്ടാക്കുകയാണ്. കാരണം നമ്മൾക്ക് ഈ സുനാമിയിൽ ഞാൻ എവിടേക്ക് എത്തുന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു ഒറിജിനൽ സുനാമി അല്ല, നമ്മുടെ ടിറ്റു സാർ ഉണ്ടാക്കിയൊരു സുനാമി. അതുകൊണ്ട് അയാൾ തന്നെ നമുക്കൊരു ബോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ ഞാൻ ഇനി പോവുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ സാറ് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് കേട്ടോ. ഇത് ബോട്ട് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, മുളകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ ഗൈസ്, വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിവിടെ കിടന്നുറങ്ങുകയാണ്.
ഗൈസ് ഇന്നോ നാളെ ആയിട്ട് സുനാമി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സാറ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്ര നേരത്തെ കൊണ്ടുവച്ചത്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കടന്നുറങ്ങാണ്, വരില്ല എന്ന് ഉറപ്പിക്കാം ഗൈസ്. ഗൈസ് അങ്ങനെ ഇന്ന് രക്ഷപ്പെട്ട്. എടേ താണ്ട സുനാമി. എടേ ഇതെന്ത് സംഭവം? ഇയാൾ അപ്പോഴത്തേക്ക് ഓണാക്കിയ ഗൈസ്. സാറാകെ ചതിച്ച് ദാണ്ട നമ്മുടെ സിറ്റി മൊത്തം വെള്ളം നിറഞ്ഞ്. എടാ ഇനിയിപ്പോൾ അത് എന്ത് ചെയ്യും ഗൈസ്? എൻ്റെ കാറ് താണ്ട കിടക്കുന്നു. എടാ ഇത് ഇത്ര നേരത്തെ ഇയാൾ ചെയ്യുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. നമ്മുടെ വീട് താണ്ട് ഗൈസ്. എൻ്റെ ബോട്ട് എന്ത് ചെയ്യും ഗൈസ്? ആകെപ്പെട്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും?